മമ്മൂക്കയുടെ മോഹൻലാലിന്റെയും ടൊവിനോയുടെയും ഒക്കെ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നുണ്ട്. പാട്രിയോട്ട് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു സിനിമയുടെ പോസ്റ്റർ നോക്കിക്കണ്ട സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ആ പോസ്റ്ററൊക്കെ എൻ്റെ മുമ്പിലൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു പോസ്റ്റർ നോക്കിക്കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയിലെ എല്ലാവരും ഓരോ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പോസ്റ്റർ ഒന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമാണ്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും സിനിമയിൽ ഉണ്ടായിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമയുടെ കഥ പറയാൻ പോകുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ. പക്ഷെ ഈ പോസ്റ്റർ കണ്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാം, എന്തൊക്കെ പറയാം, ഒരു പോസ്റ്റർ എന്തൊക്കെ ഒളിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ളൊരു ശ്രമം മാത്രമാണ് നടത്തുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഈ പോസ്റ്റർ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ പോസ്റ്റർ കാണേണ്ടത്, എല്ലാ പോസ്റ്ററിന്റെയും പ്രത്യേകത അതിന്റെ ലൈറ്റിങ്ങും ഷാഡോയുമാണ്. ഏറ്റവും നമ്പർ 1 പ്രത്യേകത നമുക്കതിനെ പറയാം. ഇതിനെ പറയുക ഇങ്ങനെ പകുതി മാത്രം മുഖത്തേക്ക് ലൈറ്റ് വന്നുകൊണ്ട് ഒരല്പം മാത്രം കാണിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു ഫോട്ടോകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു പോസ്റ്റർ സംഗതിക്ക് പറയുക റെംബ്രാൻഡ് ലൈറ്റിംഗ് എന്നാണ്. ഈ ഒരു റെംബ്രാൻഡ് ലൈറ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിന്റെ പകുതി ഭാഗം ഇരുട്ടിലായിരിക്കും, പകുതി മാത്രമായിരിക്കും നമുക്ക് മുമ്പിലേക്ക് കാണാൻ കഴിയുക. ഇത് ഇനി എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കഥാപാത്രത്തെയാണോ ഇങ്ങനെ പകുതി മാത്രം വെളിച്ചത്തിലേക്കും പകുതി മാത്രം ഇരുട്ടിലേക്കും കൊണ്ടുപോയിട്ടുള്ള ഒരു സംഗതി നമുക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ചിത്രം കാണിക്കുന്നത്, അത് ആ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലെ സങ്കീർണമായ സ്വഭാവം അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ ഒളിപ്പിക്കുന്നു എന്നതൊക്കെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാട്രിയോട്ട് ചുമ്മാ ഒരു പാട്രിയോട്ട് ഒരു രാജ്യസ്നേഹ സിനിമ മാത്രമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാട്രിയോട്ടിനൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഡിസെന്റ് ഈസ് പാട്രിയോട്ടിക് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീതാർത്ഥം, വിയോജിപ്പ് എന്നത് രാജ്യസ്നേഹമാണ് എന്നാണ്. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്? വിയോജിപ്പ് എന്നത് രാജ്യസ്നേഹമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വിയോജിക്കുക, എതിർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജ്യസ്നേഹമല്ല. ഒരുപക്ഷെ ഒരു തീരുമാനം ഉണ്ടാവുന്നു, പ്രധാനമന്ത്രി ഒരു തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നു, എതിർപ്പുള്ളവർ ഉണ്ടായിരിക്കാം. വ്യത്യസ്തമായിട്ടുള്ള ഹെട്രോജനസ് ആയിട്ടുള്ള ജനങ്ങളാണ്. സ്വാഭാവികമായിട്ട് എതിർപ്പുള്ളവർ അവരവരുടെ എതിർപ്പ് തുറന്നു പറയുകയും ആ എതിർപ്പ് തുറന്നു പറയാൻ കഴിയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ജനാധിപത്യ രീതിയുടെയും ജനാധിപത്യ ഭരണത്തിന്റെയും ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ എതിർപ്പുകളൊക്കെ തുറന്ന് നമ്മൾ പറയുന്നത്. ആ എതിർപ്പ് തുറന്നു പറയുന്ന ആളുകളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും രാജ്യവിരുദ്ധരായിട്ടാണ് ചാപ്പ കുത്തപ്പെടുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? ഒരു രക്ഷയില്ല. എന്തൊക്കെയായാലും ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഒരു വിയോജിപ്പുണ്ടെങ്കിൽ, ഒരു എതിർപ്പുണ്ടെങ്കിൽ അതുകൂടി രാജ്യസ്നേഹമാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു വാക്ക് നമുക്കതിൽ കാണാം. സാധാരണയായിട്ട് പാട്രിയോട്ടിന് ദേശസ്നേഹി, രാജ്യസ്നേഹി എന്നൊരു വാക്കാണ് നമ്മൾ വെക്കാറുള്ളത്. പക്ഷെ ഇവിടെ തൻ്റെ മുമ്പിലുള്ള അധികാരത്തെ അല്ലെങ്കിൽ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അധികാരത്തോടുള്ള വിയോജിപ്പ് പോലും ഒരു രാജ്യസ്നേഹമായി ഉയർത്തി കാട്ടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ വിപ്ലവകരമായിട്ടുള്ള രാഷ്ട്രീയത്തെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സിനിമയെ ആദ്യം എതിർക്കുന്നുണ്ടായിരിക്കുക നമ്മുടെ നാട്ടിലത്തെ സംഖ്യകളായിരിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ. കാരണം ഇതിലത്തെ ഈ വാക്ക് തന്നെ ചില വിയോജിപ്പുകളെ തുറന്നു കാണിക്കുന്നുണ്ട്. ആ വിയോജിപ്പിന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ആർക്കെതിരെയായിരിക്കും? നിലവിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ചില വിയോജിപ്പുകളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇനി അതിന്റെ ഒരു ടൈറ്റിലിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നോക്കിക്കോളൂ. ഒരു നേർത്ത വരകൾ പോലെയാണ് പാട്രിയോട്ട് എന്ന ടൈറ്റിലിലെ ഓരോ അക്ഷരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ ഓരോ അക്ഷരത്തിന് പ്രത്യേകത ഉള്ളത്, ആ അക്ഷരങ്ങളൊന്നും തുരുമ്പിച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ വരച്ചു വെച്ചോ അല്ലെങ്കിൽ ഇരുമ്പിൽ തീർത്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് അതിന്റെ ഫോട്ടോ കാണിച്ചെടുത്ത പോലെയാണ്. അത് മുഴുവൻ തുരുമ്പിച്ചതോ അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഒരു മെറ്റലാണ് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതിലെ ഐ എന്നുള്ള അക്ഷരം തന്നെ നോക്കുക. ആ അക്ഷരത്തിന്റെ പ്രത്യേകത ഒരു തുള പോലെ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയുടെ ഒരു പഴുത് പോലെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇത് ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തെ അല്ലെങ്കിൽ ഭരണകൂടൻ ആരെങ്കിലൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഇതിലത്തെ കഥാപാത്രങ്ങൾ തന്നെ മറ്റാരെങ്കിലൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ സൂചനയായിട്ട് ആ ഐ എന്നുള്ള വാക്കിലത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു തുരുമ്പിച്ചതും ആ മാത്രം ഷാർപ്പ്നെസ്സും ഒരു വെടിയുണ്ട പോലെ തോന്നിപ്പിക്കുന്നതും നമ്മുടെ മുമ്പിലേക്ക് തോന്നിയതാണ്. ഇനി ഇങ്ങനെ ഇല്ല എങ്കിലും എൻ്റെ നെഞ്ചത്തേക്ക് ആരും കയറണ്ട. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് എനിക്ക് പറയാനുള്ളത്,
ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു സൂചന ഉണ്ട്. അത് എങ്ങനെയാണ്? ഒരു മോഴ്സ് കോഡ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മറഞ്ഞു കിടക്കുന്ന ചെറിയ സൂചന ഉണ്ട്. അത് ഇങ്ങനെയാണ്. ഈ പോസ്റ്ററിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഈ ടൈറ്റിലിന് മുകളിലുള്ള ഡോട്ടുകളും ഡാഷുകളാണ്. നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഈ ടൈറ്റില് അതിന്റെ തൊട്ട് മുകളിൽ കുറെ ഡോട്ടുകളുണ്ട്, കുറെ ഡാഷുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഒരു ഡിസൈനായിട്ട് ആരും തള്ളിക്കളയണം, മറിച്ച് ഇതൊരു മോഴ്സ് കോഡ് എന്ന് അതിനെ പറയുക. മോഴ്സ് കോഡ്, അതായത് ഇത് ഡീകോഡ് ചെയ്താൽ കിട്ടുന്നത് മലയാളം എന്നുള്ള വാക്കാണ്. ശ്രമിച്ചു നോക്കിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ കിട്ടിയെന്നൊക്കെ പിന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു വെക്കാം. ഒരു പക്ഷേ ഈ ഒരു സിനിമ മലയാളം തമിഴ് പശ്ചാത്തലമുള്ളതാണ്, അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. കാരണം അതൊരു ഡീകോഡിങ് സാധനമാണ്. അത് ഡീകോഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മലയാളം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേരത് കണ്ടു എന്ന് അറിയില്ല. ഇതാണ് അതിൻ്റെ ഒരു സംഗതി. നമുക്ക് കാണാൻ കഴിയുണ്ടായിരിക്കും. അത് ഡീകോഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് മലയാളം എന്നാണ്. അത് സൂചിപ്പിക്കുന്നത് ആ ഭാഷയുടെ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. എന്തായാലും അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിലത്തെ ലോഗോയും പ്രൊഡക്ഷനും ഒക്കെയാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മഹേഷ് നാരായണനാണ് സംവിധായകന്റെ പേരും. കുഞ്ചാക്ക ബോബന്റെ ഒക്കെ ഗൗരവമേറിയ ലുക്കൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് കഥാപാത്രങ്ങളുടെ ലുക്ക് ഇതിലുണ്ട്. അതിലത്തെ ഡിസേർഡ് ഈസ് പാട്രിയോട്ടിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥാപാത്രം, പിന്നെ നമ്മുടെ നയൻതാരയുടെ, നമ്മുടെ എന്താ പറയുക, കുഞ്ചാക്ക ബോബന്റെ, ഫഹദ് ഫാസിലിന്റെ, മമ്മൂക്കയുടെ, മോഹൻലാലിന്റെ, ഇവരൊക്കെ പകുതിയാണ്. ഇവരൊക്കെ പപ്പാതി മാത്രമാണ്. മുഴുവനായിട്ട് ഇവർ ആരെയും കാണാനില്ല. ഈ ചെങ്ങാതി ആരടാ? ഐ എം സോറി, എല്ലാം ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ചെങ്ങാതിയുടെ പേര് കിട്ടിയില്ല വെച്ചാൽ വളരെ മോശമുള്ള കാര്യമല്ലേ. ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതാണ് ഇതൊക്കെ ലോകം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. ആൻഡ്രോ ജോസഫാണ് ഫിലിം കമ്പനിയുടെ ആണ്. മഹേഷ് നാരായൺ ഫിലിംസ് ആണ്. ഒരു മികച്ച നിർമ്മാണമാണ് ഇതിന് പുറകിലുള്ളതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 100 കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നതൊക്കെ തള്ളൽ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെയായാലും ഈ ഒരു 1-2 പോസ്റ്റർ കാണുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് എനിക്ക് തോന്നിയ, ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ച് ഡീകോഡ് ചെയ്ത് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കത് ഇഷ്ടമായി എങ്കിൽ ചുമ്മാ ഷെയർ ചെയ്യുന്നേ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിന് താഴത്തുനിന്ന് എഴുതി വയ്ക്കാം. ബൈ.